ഇവരുടെ ആശങ്ക പരിഹരിക്കാൻ എന്താണ് അല്ല അത് അല്ല സംഘർഷം ഉണ്ടാവാനുള്ള സാഹചര്യം അതിന് ഞാൻ പറയുന്നത് ശരിയല്ല. ഏതായാലും ഈ പറയുന്ന ഈ കടുവേനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഈ പറയുന്ന രാത്രിയോ പകലോ എന്നോ വ്യത്യാസമില്ലാതെ തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകും. മയക്കുവെടി അല്ല, അത് രാത്രി സമയത്തായിരുന്നു. പുലർച്ചെ തന്നെ ഡോക്ടർമാരിവിടെ എത്തിയിരുന്നു, അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് ഫലവത്തായില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ശ്രമം ഇനിയും നമ്മൾ തുടരും. അതിൽ രാത്രിയും പകല് എന്നുള്ളൊരു വ്യത്യാസമില്ല. നമ്മളിപ്പോ ഈ പകല് നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള സെർച്ച് നടത്തി. അതിൽ ഈ പറയുന്ന 2 കിലോമീറ്റർ ചുറ്റളവിൽ നേരിട്ടും നമ്മൾ പരിശോധിച്ചതിൽ കടുവയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതെ, കഴിയാതിരുന്നത് തീർച്ചയായിട്ടും. അതായത് ഈ പറയുന്ന രാവിലെ ഒരു കാപ്പിത്തോട്ടത്തായതുകൊണ്ടും ഇരുട്ടായതുകൊണ്ട് തന്നെയാണ് രാവിലെ ഈ പറയുന്ന അനുകൂലമല്ലാതെ വന്നത്. എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്ന പരിശോധനകൾ തുടരും. മയക്കുവെടി വെക്കാനുള്ള അതെ തീർച്ചയായിട്ടും നമ്മളിവിടെ ഡോക്ടർ അരുൺ സക്കറിയുടെ ടീമും ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാത്രിയും പകലോ വ്യത്യാസമില്ലാതെ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കും. തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധം തുടർന്നപ്പോഴും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം വളരെ കൃത്യമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ കടുവയെ പിടികൂടാനുള്ള പരിശ്രമത്തിലാണ്. അത് നമ്മുടെ അനുഭവമാണ്. കാരണം 24 മണിക്കൂർ രാത്രികാലങ്ങളിലും ഇവിടെ പട്രോളിംഗ് തുടരുന്നുണ്ട്, വനംവകുപ്പിന്റെ പട്രോളിംഗ് തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ 2 മണിയോടുകൂടി കടുവ ആടിനെ പിടിച്ചു എന്ന് വിവരം അറിയിച്ച ആ സന്ദർഭത്തിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും തൊട്ടടുത്ത് തന്നെ, അതായത് 2 മണിയോടുകൂടി കടുവ ആടിനെ പിടിക്കുന്നു, 2:20 വീണ്ടും ഇവിടെ പ്രദേശത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും അതിനുശേഷം പ്രദേശത്ത് തൊട്ടടുത്ത് നമ്മളിൽ നിൽക്കുന്നത് ഈ വീട്ടിലാണ് ഇന്നലെ കടുവ ആടിനെ പിടിച്ചത്. തൊട്ടടുത്ത് തന്നെ ഈ കാണുന്ന കാപ്പിത്തോട്ടത്തിൽ നമ്മൾ എന്തായാലും വലിയ ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് സൗത്ത് DFO അജിത് കെ രാമനും പറഞ്ഞിരിക്കുന്നത്. ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാട്ടുകാരുടെ പരാതി പരിഹരിക്കുമെന്നാണ്